അദ്ദേഹം ജനസംഘത്തിലായിരുന്നപ്പോൾ, ജനസംഘം പ്രവർത്തകനായിരുന്നപ്പോൾ ചെറുപ്പത്തിലെ പാലക്കാട്ട് അദ്ദേഹം ഒരു ദിവസം മഹാത്മാഗാന്ധി കൊല്ലപ്പെടുന്നു 1948. അതോടുകൂടി ജനസംഘത്തിൻ്റെ ഭാവി തന്നെ പ്രശ്നത്തിലായി. ഒ രാജഗോപാൽ എന്നോട് പറഞ്ഞത്, ഞങ്ങൾക്ക് കേരളത്തിൽ പുറത്തിറങ്ങാൻ വയ്യാത്ത അവസ്ഥയായിരുന്നു. എത്ര കാലം പുറത്തിറങ്ങാതെ രാഷ്ട്രീയ അന്ന് അല്ലെങ്കിൽ തന്നെ ജനസംഘത്തിന് അന്ന് ഒരു പേരോട്ടവും ഉണ്ടായിരുന്നില്ല. പുറത്തിറങ്ങാനാവാതെ വിഷമിച്ച് ദുഃഖിച്ച് കഴിയേണ്ടി വന്ന ദിവസങ്ങൾ. അന്ന് ഒരു ഹിന്ദു തീവ്രവാദി മഹാത്മാഗാന്ധിയെ കൊന്ന ദിവസം, കൊന്നതിനെ തുടർന്നുള്ള സംഭവവികാസങ്ങൾ, അത് ഞാൻ ഒന്ന് സാന്ദർഭികമായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. മഹാത്മാഗാന്ധി അപ്പോൾ അന്നൊക്കെ എല്ലാവർക്കും അറിയായിരുന്നു അല്ലേ? ഞാനതാ പറയാൻ വരുന്നേ, അതും കൂടെ പറയണം. അതുകൂടെ പറഞ്ഞെങ്കിലേ നരേന്ദ്രമോദിയെക്കുറിച്ച് പ്രിൻ്റു പറഞ്ഞതിന് നമുക്കൊരു മറുപടി വേണമല്ലോ, കേരളത്തിനൊരു മറുപടി വേണമല്ലോ പ്രിൻ്റു. ആ മറുപടിയിലേക്കാണ് ഞാൻ വരുന്നത്. അതിന് അന്ന് മഹാത്മാഗാന്ധി മരിക്കുന്ന നിമിഷങ്ങളിൽ പറഞ്ഞത് ഹരേ റാം എന്ന മന്ത്രമാണ് എന്നാണ് അദ്ദേഹം ഉരുവിട്ടത്. ആ രാമഭക്തനെയാണ് ഇവിടുത്തെ ഇന്ത്യയിലെ രാമഭക്തർ കൊലപ്പെടുത്തിയത്, വെടിവെച്ച് കൊന്നത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ആ മഹാത്മാഗാന്ധിയെയാണ് അറ്റൻബറോ, ഗാന്ധി സിനിമ, അതിനുശേഷമാണ് ലോകം അറിഞ്ഞത്. ഞാനൊരു കഥയോടെ പറയട്ടെ. ഗാന്ധിയെക്കുറിച്ച് നമ്മളിങ്ങനെ ഇപ്പോഴാണ് വായിച്ചു തുടങ്ങി. കുറച്ചും കൂടെ ഇൻഡെപ്തായിട്ട് ഗാന്ധിയെക്കുറിച്ച് വായിക്കാനൊരു അവസരം കൂടി കിട്ടി. 1930 ടൈം മാസിക 1930 എത്രയോ വർഷം മുമ്പ് ടൈം മാസിക ഗാന്ധിജിയുടെ കവർ ചിത്രം പ്രസിദ്ധീകരിച്ചു. അതിൻ്റെ തലക്കെട്ട് സെയിൻറ്റ് ഗാന്ധി, വിശുദ്ധ ഗാന്ധി എന്നായിരുന്നു, വിശുദ്ധനായ ഗാന്ധി എന്നായിരുന്നു. 1930 ടൈം മാസികയുടെ. പിന്നീട് 1932 ടൈം മാസിക വീണ്ടും കൊടുത്തു ദ മാൻ ഓഫ് ദി ഇയർ, ഈ വർഷത്തെ ആളെന്ന നിലയ്ക്ക്. വീണ്ടും 1947 ജൂൺ ജൂലൈ ആ മാസങ്ങളിൽ വീണ്ടും ഒരു കവർ സ്റ്റോറി കൊടുത്തു. കാരണം ഇന്ത്യ മഹാരാജ്യം സ്വാതന്ത്ര്യത്തിലേക്ക് നടന്നെടുക്കുന്ന സമയത്ത് ഗാന്ധിജിയെക്കുറിച്ചൊരു കവർ സ്റ്റോറി വീണ്ടും കൊടുത്തു. അങ്ങനെ ടൈം മാസികയിൽ 3 തവണ കവർ ചിത്രമായിട്ട് പ്രസിദ്ധീകരിക്കപ്പെട്ടു. ആ മഹാത്മാഗാന്ധിയെ അറിയാത്ത ഒരാൾ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും പ്രിൻ്റു ഒട്ടും നാണിക്കണ്ട. പക്ഷെ ഞങ്ങൾക്ക് നാണമുണ്ട്, ഞങ്ങൾക്ക് പ്രയാസമുണ്ട് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതിലും. ഇനി ഒരു കാര്യം കൂടെ പറയാം. ഗാന്ധിജിയെക്കുറിച്ചാണ്. അന്ന് ഇർവിങ് പ്രഭു ആണെന്ന് തോന്നുന്നു. ഇർവിങ് പ്രഭു അത് ഈയിടെ പുറത്ത് വന്നൊരു കാര്യമാണ്. ഇർവിങ് പ്രഭു ഇന്ത്യൻ ഗവർണർ ജനറലായിരുന്ന ഇർവിങ് പ്രഭു അന്ന് ഹിറ്റ്ലറും ജർമ്മനിയുമായിട്ടൊക്കെ നല്ല ബന്ധമായിരുന്നു. പിന്നീടാണ് യുദ്ധമൊക്കെ ആയിട്ട് രണ്ടാം ലോകമായ യുദ്ധം, അതിന് മുമ്പായിരുന്നു. അന്ന് ഇർവിങ് പ്രഭു ഈ ഗാന്ധിജി വലിയ ശല്യമാണ്, വലിയ പ്രശ്നമാണ്, ഞങ്ങളെ അവിടെ ഭരിക്കാൻ സമ്മതിക്കില്ല, ഇന്ത്യ ഭരിക്കാൻ സമ്മതിക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പരാതി പറഞ്ഞപ്പോൾ ഹിറ്റ്ലർ പറഞ്ഞു, ഷൂട്ട് ഹിം, കൊന്നുകളയാ, വെടിവെച്ച് കൊന്നേ, ഒറ്റ ബുള്ളറ്റിന് ചിലവല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം, ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്വം, ലോകം മുഴുക്കെയും കീഴടക്കിയിരുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്വം മഹാത്മാഗാന്ധിയുടെ നേർക്ക് നിറയൊഴിക്കാൻ ധൈര്യം കാണിച്ചില്ല പ്രിൻ്റു. ആ ധൈര്യം കാണിച്ചതൊരു ഇന്ത്യക്കാരനാണ്, ഒരു ഹിന്ദു തീവ്രവാദിയാണ്. ഓർക്കണം, അതൊന്നും മറക്കരുത്.